നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി അംഗീകരിക്കാനാവില്ലെന്ന് അറബ് ലീഗ്. പശ്ചിമ ജെറൂസലേം ആസ്ഥാനമാക്കി ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. സിറിയയിൽ രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണെന്നും പൊതുവിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്നും കുവൈത്ത് പ്രഖ്യാപനം. ആശങ്കകളും അനിവാര്യതകളും ചർച്ച ചെയ്ത് അറബ് നേതാക്കൾ മടങ്ങി. ഇന്ത്യയുമായി ഉണ്ടാക്കിയ തൊഴിൽ കരാർ വീട്ടുവേലക്കാരികളുടെ ഒളിച്ചോട്ടത്തിന് അറുതി വരുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. ഒളിച്ചോട്ടം നിയന്ത്രിക്കാനായി തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ നിയമം. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾ സമാധാനം കാക്ഷിക്കുന്നവരാണെന്ന് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ്. യുഎഇയുടെ നിർമ്മിതിയിൽ ഇന്ത്യൻ പ്രവാസികളുടേത് ആത്മാർത്ഥ ശ്രമമെന്നും മേജർ ജനറൽ ഫുമൈദ് അൽ ഫുമൈദി മീഡിയ വണിനോട്. മുസഫർ നഗർ കലാപം തടയുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് സുപ്രീം കോടതി. കേസുകൾ സിബിഐ അന്വേഷിക്കേണ്ടതില്ല. കലാപസാധ്യത മുൻകൂട്ടി അറിയാൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞില്ല. കലാപത്തിൽ ഉൾപ്പെട്ടവരെ രാഷ്ട്രീയം നോക്കാതെ അറസ്റ്റ് ചെയ്യണമെന്നും കോടതി. വാർത്തകൾ വിശദമായി. ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി അംഗീകരിക്കാനാവില്ലെന്ന് അറബ് ലീഗ്. സിറിയയിൽ രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണെന്നും പൊതുവിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്നുമുള്ള പ്രഖ്യാപനത്തോടെ അറബ് ലീഗ് ഉച്ചകോടി കുവൈത്തിൽ കൊടിയിറങ്ങി. 4 വർഷമായി തുടരുന്ന സിറിയൻ പ്രതിസന്ധി, ഫലസ്തീൻ ഈജിപ്ത് പ്രശ്നങ്ങൾ തുടങ്ങി മേഖലയെ അലട്ടുന്ന ഗൗരവമേറിയ വിഷയങ്ങളിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്താണ് 25ാമത് അറബ് ലീഗ് ഉച്ചകോടി സമാപിച്ചത്. വിഭാഗീയതകൾ അവസാനിപ്പിക്കണമെന്നും മേഖലയിലെ സമാധാന പുനഃസ്ഥാപനത്തിന് ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നും അടിവരയിടുന്നതാണ് ഉച്ചകോടിയുടെ സമാപനത്തിൽ അവതരിപ്പിക്കപ്പെട്ട കുവൈത്ത് പ്രഖ്യാപനം. കുവൈത്ത് വിദേശകാര്യ സെക്രട്ടറി ഖാലിദ് അൽ ജാറലിയാണ് പ്രഖ്യാപനം നടത്തിയത്. 1ാം ജനീവ കരാർ പ്രകാരമുള്ള രാഷ്ട്രീയ പരിഹാരമാണ് സിറിയയിൽ അറബ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിനെ ജൂതരാഷ്ട്രമെന്ന് അംഗീകരിക്കാനാവില്ലെന്നും ഫലസ്തീൻ മേഖലയിൽ സമാധാന ചർച്ചകൾ അട്ടിമറിക്കപ്പെടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്നും ഉച്ചകോടി അഭിപ്രായപ്പെട്ടു. അറബ് ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിറിയക്ക് പകരം തങ്ങളെ അറബ് കൂട്ടായ്മയുടെ ഭാഗമാക്കണമെന്നും ആയുധങ്ങൾ നൽകി സിറിയൻ ജനതയെ സഹായിക്കണമെന്നും പ്രതിപക്ഷ സഖ്യ നേതാവ് അഹമ്മദ് അൽ ജർബ അഭ്യർത്ഥിച്ചു. തീവ്രവാദത്തിനെതിരെ അംഗരാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കണമെന്നായിരുന്നു ഈജിപ്തിന്റെ പ്രധാന ആവശ്യം. 26ാമത് ഉച്ചകോടിക്ക് 2015 മാർച്ചിൽ ഈജിപ്ത് വേദിയാകുമെന്ന പ്രഖ്യാപനം പ്രസിഡന്റ് ആദിലി മൻസൂർ നടത്തി. അറബ് ലീഗ് അധ്യക്ഷൻ നബീൽ അൽ അറബി, സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി സൗദ് അൽ ഫൈസൽ രാജകുമാരൻ, ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് തുടങ്ങിയവർ സമാപന സെഷനിൽ സംസാരിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. പശ്ചിമ ജെറൂസലേം ആസ്ഥാനമാക്കി ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും ഇതിനായി ഫലസ്തീനിലെ വിവിധ കക്ഷികൾ അഭിപ്രായ വ്യത്യാസം വെടിഞ്ഞ് ഐക്യപ്പെടണമെന്നും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി പറഞ്ഞു. കുവൈത്തിൽ സമാപിച്ച അറബ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗസയിൽ വർഷങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഉപരോധം ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നും പ്രശ്നപരിഹാരത്തിന് അറബ് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും ഖത്തർ അമീർ പറഞ്ഞു. മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും പശ്ചിമ ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയും വേണം. സമാധാന ചർച്ചകൾ തന്ത്രപരമായി പരാജയപ്പെടുത്തി ഉപരോധം തുടരാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. മസ്ജിദുൽ അക്സക്ക് നേരെ കയ്യേറ്റ ശ്രമങ്ങൾ തുടരുന്നതും അധിനിവിഷ്ട ഭൂമികളിൽ പാർപ്പിട കേന്ദ്രങ്ങൾ പണിയുന്നതും ഇത്തരം തന്ത്രങ്ങളുടെ ഭാഗമാണ്. സ്വതന്ത്ര രാഷ്ട്ര രൂപീകരണത്തിനായി ഫലസ്തീനിലെ സമര കൂട്ടായ്മകൾ ഐക്യപ്പെടണമെന്നും ഖത്തർ അമീർ കൂട്ടിച്ചേർത്തു. ഇറാഖ് സർക്കാരും ഈജിപ്ത് നേതൃത്വവും മേഖലയിൽ അശാന്തി വിതയ്ക്കുന്നുവെന്ന് തുറന്നടിച്ച ഷെയ്ഖ് തമീം സിറിയൻ വിഷയത്തിൽ UN പോലുള്ള രാജ്യാന്തര സംവിധാനങ്ങളുടെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രസംഗമധ്യേ ഖത്തറിന്റെ വിദേശ നയത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രസ്താവിച്ചത് ഖത്തറിൽ നിന്ന് സ്ഥാനപതിമാരെ പിൻവലിച്ച സൗദി, UAE, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങൾക്കുള്ള മറുപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഇന്ത്യയുമായി ഉണ്ടാക്കിയ തൊഴിൽ കരാർ വീട്ടുവേലക്കാരികളുടെ ഒളിച്ചോട്ടത്തിന് അറുതി വരുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. സൗദി തൊഴിൽ മന്ത്രാലയം പുതുതായി നടപ്പാക്കുന്ന മുസാനിദ് നിയമവും ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയ വക്താവ് ഹിതാബ് അൽ അനസി പറഞ്ഞു. ഇന്ത്യ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുമായാണ് സൗദി തൊഴിൽ മന്ത്രാലയം തൊഴിൽ കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ കരാർ വീട്ടുവേലക്കാരികളുടെ ഒളിച്ചോട്ടത്തിന് അറുതി വരുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻ വാർത്താവിതരണ ഉപദേഷ്ടാവ് ഹിതാബ് അൽ അനസി പറഞ്ഞു. 5 വർഷം കാലാവധിയുള്ള കരാറാണ് ഈ 3 രാജ്യങ്ങളുമായി സൗദി അറേബ്യ ഒപ്പുവച്ചിട്ടുള്ളത്. ഇരു കക്ഷികളും കരാറിലെ വ്യവസ്ഥകൾ തുടരാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത 5 വർഷത്തേക്ക് കൂടി താനെ പുതുക്കാവുന്ന രീതിയിലുള്ള കരാറുകളാണ് നിലവിലുള്ളത്. അതേസമയം കരാറിലെ വ്യവസ്ഥകൾ കാലോചിതമായി പുതുക്കുന്നതിന് ഇരു രാഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ സംയുക്തമായി അവലോകനം നടത്താനും കരാറിൽ വ്യവസ്ഥയുണ്ട്. അതോടൊപ്പം സൗദി തൊഴിൽ മന്ത്രാലയം പുതുതായി അംഗീകരിച്ച വീട്ടുവേലക്കാർക്കും അവരുടെ ഗണത്തിലുള്ളവർക്കും ബാധകമായ മുസാനിദ് എന്ന നിയമം തന്നെ വീട്ടുജോലിക്കാരുടെ അവകാശങ്ങളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നും മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു.
വീട്ടുവേലക്കാർ വ്യക്തമായ കാരണം കൂടാതെ തങ്ങൾക്കേൽപ്പിക്കപ്പെട്ട ജോലി നിരസിക്കരുതെന്നും തൊഴിലുടമയുടെയും കുടുംബത്തിന്റെയും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതോ സൗദി സംസ്കാരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുതെന്നും തൊഴിൽ നിയമത്തിലെ 6-ാം അനുച്ഛേദത്തിൽ അനുശാസിക്കുന്നു. വിദേശ രാജ്യങ്ങളുമായി സൗദി ഒപ്പുവെച്ച തൊഴിൽ കരാർ സൗദി പൗരന്മാരെക്കാൾ വിദേശ രാജ്യത്തിന്റെയും അന്നാട്ടിലെ തൊഴിലാളികളുടെയും താൽപര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന ആരോപണം തൊഴിൽ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. അസ്ഹറപ്പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ എത്യോപ്യൻ വേലക്കാരികൾക്കെതിരെ സ്വദേശികളുടെ ബഹിഷ്കരണ ക്യാമ്പയിൻ. എത്യോപ്യൻ വേലക്കാരികളെ ജോലിക്ക് വെക്കുന്നത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സ്വദേശികൾക്കിടയിൽ വ്യാപക ക്യാമ്പയിൻ നടക്കുന്നു. നിലവിലുള്ള എത്യോപ്യൻ യുവതികളെ ഉടൻ മക്തൂബുകളിലേക്ക് തിരിച്ചേൽപ്പിക്കാനും പുതുതായി ഈ വിഭാഗത്തിൽ നിന്ന് യുവതികളെ ജോലിക്ക് വെക്കുന്നത് ഒഴിവാക്കാനുമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വഴി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുവൈത്തി വീടുകളിൽ ജോലി ചെയ്യുന്ന എത്യോപ്യൻ സ്വദേശികൾ കുടുംബാംഗങ്ങൾക്ക് നേരെ നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച സുലൈബിക്കാത്തിൽ ഒരു എത്യോപ്യൻ യുവതി സ്പോൺസറുടെ 19-കാരിയായ മകളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ് രാജ്യത്ത് എത്യോപ്യക്കാർക്കെതിരായ പ്രതിഷേധത്തിന് കാരണം. കുറ്റം ചെയ്ത യുവതിയുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. അതിനിടെ കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുക്കൾ അടിച്ചുകൊന്നതായും വാമൊഴി വാർത്തകൾ പ്രചരിച്ചിരുന്നു. ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ സൈറ്റുകൾ വഴിയാണ് ബഹിഷ്കരണ ക്യാമ്പയിൻ നടക്കുന്നത്. സ്വദേശികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ക്യാമ്പയിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട ഓഫീസുകൾ നൽകുന്ന സൂചന. നേരത്തെ ഒരു എത്യോപ്യൻ വേലക്കാരിയെ കിട്ടണമെങ്കിൽ 800 ദിനാർ ഏജൻസിക്ക് നൽകണമായിരുന്നു. ഇപ്പോൾ 250 മതിയെന്ന് പറഞ്ഞിട്ടും ഇത്തരക്കാരെ കൊണ്ടുപോകാൻ ആളുകൾ മടിക്കുന്ന അവസ്ഥയാണ്. രാജ്യത്ത് നിലവിലുള്ള എത്യോപ്യക്കാർക്ക് വിസ പുതുക്കി കൊടുക്കാതിരിക്കാനും കാലാവധി കഴിയുന്നതോടെ നാട്ടിലേക്ക് കയറ്റിവിടാനും ആഭ്യന്തര മന്ത്രാലയത്തിനുമേൽ സമ്മർദ്ദമേറുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAE-യിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾ സമാധാനം കാക്ഷിക്കുന്നവരാണെന്നും ആത്മാർത്ഥ ശ്രമം ചെയ്യുന്നവരാണെന്നും ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹുമൈദ് അൽ ഹുമൈദി മീഡിയ 1 മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുസ്സലാം അഹമ്മദുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസി സമൂഹം സമാധാനം കാക്ഷിക്കുന്നവരാണെന്നും UAE-യുടെ നിർമ്മിതിയിൽ ആത്മാർത്ഥ ശ്രമമാണ് അവർ നടത്തുന്നതെന്നും ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹുമൈദ് അൽ ഹുദൈദി പറഞ്ഞു. പ്രത്യേകിച്ച് ധാരാളമായി വരുന്ന മലയാളി പ്രവാസികളുടെ സംഭാവന പ്രാധാന്യമർഹിക്കുന്നതാണ്. ഷാർജ പോലീസ് ആസ്ഥാന മന്ദിരം സന്ദർശിക്കാനെത്തിയ മീഡിയ 1 ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുസ്സലാം അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ചാനൽ പ്രതിനിധികളെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാണിജ്യ വ്യവസായ രംഗത്ത് ഇന്ത്യയും UAE-യും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ അദ്ദേഹം അനുസ്മരിച്ചു. വിവിധ വിഷയങ്ങളിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്കാണുള്ളത്. UAE-യിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിൽ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മക്കും മീഡിയ 1-ന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവുമെന്ന് ചാനൽ MD ഡോക്ടർ അബ്ദുസ്സലാം അഹമ്മദ് അദ്ദേഹത്തിന് ഉറപ്പുകൊടുത്തു. ഷാർജ പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിലെ സൗകര്യങ്ങൾ കാണുവാനുള്ള അവസരവും പോലീസ് മേധാവി ചാനൽ പ്രതിനിധികൾക്ക് ഒരുക്കിയിരുന്നു. ഷാർജ പോലീസ് കമാൻഡർ ഓഫീസിന്റെ ഡയറക്ടർ ഓഫ് ജനറൽ ആരിഫ് ഹസൻ ബിൻ ഹുദൈബും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പോലീസ് ആസ്ഥാനത്ത് സന്നിഹിതരായിരുന്നു. മീഡിയ 1, ദുബായ്. ഒമാനിൽ വ്യാജരേഖ ഉപയോഗിച്ച് ജോലിയും വിസയും സമ്പാദിച്ച 8 പ്രവാസികൾ അറസ്റ്റിലായി. വ്യാജ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റുമായി നിർമ്മാണ കമ്പനിയിൽ ജോലിക്കെത്തിയ 5 പേരെയും വിസ, മെഡിക്കൽ രേഖകൾ കൃത്രിമമായി നിർമ്മിച്ച 3 പേരുമാണ് പിടിയിലായത്. എഞ്ചിനീയറായി എത്തിയവരുടെ ജോലിയിൽ സംശയം തോന്നിയ കമ്പനി നൽകിയ പരാതിയിലാണ് 5 പേർ പിടിയിലായത്. അന്വേഷണത്തിൽ ഇവരുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് വ്യക്തമാവുകയായിരുന്നു. കൃത്രിമ വിസ രേഖകൾ നിർമ്മിച്ച 2 പേർ റൂബിയിലെ ഹോട്ടലിൽ നിന്നും ഒരാൾ വാദി അദായിൽ നിന്നുമാണ് പിടിയിലായത്. പ്രതികളുടെ ഫോട്ടോ പുറത്തുവിട്ട പോലീസ് ഇവർ ഏതു രാജ്യക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഹാഫ് മൂൺ ബീച്ചിൽ കടലിൽപ്പെട്ട 13 വയസ്സുകാരിയെയും 2 വേലക്കാരികളെയും സുരക്ഷാ വിഭാഗം രക്ഷപ്പെടുത്തി. വെള്ളത്തിൽ മുങ്ങിയ കുട്ടിയുടെ രക്ഷയ്ക്കെത്തിയ വേലക്കാരികളും അപകടത്തിൽപ്പെടുകയായിരുന്നു. 3 പേരെയും ദഹ്റാൻ മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചതായി സുരക്ഷാ വിഭാഗം അറിയിച്ചു. അനധികൃതമായി സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കെത്തിയ ആന്ധ്രാപ്രദേശ് സ്വദേശി അനസൂയമ്മയെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ റിയാദിലെത്തിയ ഇവർ ഒരു സ്വദേശിയുടെ വീട്ടിൽ ജോലി ചെയ്ത ഇവർക്ക് 500 റിയാൽ മാത്രമാണ് ശമ്പളം ലഭിച്ചത്. തുടർന്ന് ദമാമിൽ ഒരു മാസം ജോലി ചെയ്തെങ്കിലും ശമ്പളമൊന്നും ലഭിച്ചില്ല. അസുഖബാധിതയായതിനെ തുടർന്ന് തെരുവിൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഇവർ. ഇതേ തുടർന്ന് സാമൂഹ്യ പ്രവർത്തക സന്യ അജിത്തിന്റെ നേതൃത്വത്തിൽ എംബസിയിൽ നിന്ന് ഔട്ട് പാസ് ലഭ്യമാക്കി നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ഖത്തറിൽ ക്ഷയരോഗ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. റബീഹ് മെഡിക്കൽ സെന്റർ, മീഡിയ പ്ലസ്, ആന്റി സ്മോക്കിംഗ് സൊസൈറ്റി എന്നിവർ സംയുക്തമായി നടത്തിയ ക്യാമ്പിന് റബീഹ് മെഡിക്കൽ സെന്റർ സോഷ്യൽ വർക്കർ സന്ദീപ് ജി നായർ നേതൃത്വം നൽകി. മീഡിയ പ്ലസ് CEO അമാനുള്ള വടക്കാങ്ങരയാണ് പരിപാടി നിയന്ത്രിച്ചത്. CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന പുതിയ ക്രെഡൻസ് ഹൈസ്കൂൾ ദുബൈയിൽ UAE വിദ്യാഭ്യാസ മന്ത്രി ഹുമൈദ് മുഹമ്മദ് ഉബൈദ് അൽ ഖാത്തമി ഉദ്ഘാടനം ചെയ്തു.
അൽഖൈൽ പ്രദേശത്ത് 7 ഏക്കർ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ പുതിയ അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കും. CBSE സിലബസിൽ പ്രവർത്തിക്കുന്ന പുതിയ ക്രെഡൻസ് ഹൈസ്കൂളാണ് ദുബായിൽ UAE വിദ്യാഭ്യാസ മന്ത്രി ഹുമൈദ് മുഹമ്മദ് ഉബൈദ് അൽ ഖാത്തമി ഉദ്ഘാടനം ചെയ്തത്. അൽഖൈൽ പ്രദേശത്ത് 7 ഏക്കർ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ പുതിയ അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കും. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള അൽ കറാം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം പരിപാടിയിൽ സംബന്ധിച്ചു. ദുബായിലെ പ്രമുഖ വിദേശ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി അത്യാധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ സമൂല വ്യക്തിത്വ വികസനം ലക്ഷ്യമിടുന്ന പുതിയ എക്സീഡ് പഠന സമ്പ്രദായമാണ് സ്കൂളിൽ പിന്തുടരുക. ഡോക്ടർ ആസാദ് മൂപ്പൻ, നാലപ്പാട് അഹമ്മദ് അബ്ദുള്ള, സമീർ K മുഹമ്മദ് എന്നീ മലയാളികളാണ് സ്കൂളിന്റെ പ്രൊമോട്ടർമാർ. കുൽഭൂഷൺ കെയിനാണ് പ്രിൻസിപ്പൽ. കുട്ടികളുടെ പഠനത്തിലെ കഴിവ് മാത്രമല്ല, നാളെയുടെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കാനുള്ള ശേഷികൾക്കും പ്രാധാന്യം നൽകുമെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. അത്യാധുനിക ലൈബ്രറി, IT ലാബുകൾ, ശീതീകരണ സംവിധാനത്തോടെയുള്ള 5000 ചതുരശ്ര അടി ഡാൻസ് ഹാൾ, എല്ലാ സൗകര്യത്തോടെയുമുള്ള ഇൻഡോർ ഓഡിറ്റോറിയം, നീന്തൽക്കുളം, ടെന്നീസ്, ബാഡ്മിന്റൺ കോർട്ടുകൾ, ഫിഫ അംഗീകൃത ഫുട്ബോൾ ഗ്രൗണ്ട് തുടങ്ങി നിരവധി സജ്ജീകരണങ്ങൾ സ്കൂളിലുണ്ടെന്ന് പ്രൊമോട്ടർമാർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. ദുബായ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് ഡെവലപ്മെന്റ് എക്സിബിഷനിലെ ഒരു സ്റ്റാളാണ് ഗ്ലോബൽ റോഹിംഗ്യ സെന്റർ. റോഹിംഗ്യയിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ കഥയാണ് ഇവർക്ക് പറയാനുള്ളത്. മ്യാൻമറിലെ അരാക്കാൻ പ്രവിശ്യയിൽ നിന്നുള്ള മുസ്ലിം ഗോത്ര വംശജരാണ് റോഹിംഗ്യ സമൂഹം. ബുദ്ധവംശവെറിയുടെ ഇരകളായ ഇവരിന്ന് സൗദി അറേബ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുകയാണ്. 10 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യ സമൂഹത്തിന് ബുദ്ധസന്യാസിമാരിൽ നിന്ന് നിഷ്ഠൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവരനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ചർച്ചയായപ്പോൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. എന്നിട്ടും 2 വർഷങ്ങൾക്കിപ്പുറവും ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ലോക മനുഷ്യാവകാശ സംഘടനകൾക്ക് ആയിട്ടില്ല. സൗദിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ മുൻകൈയെടുത്താണ് ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ പ്രദർശനമേളയിൽ സ്റ്റാൾ തുറന്നത്. പ്രതിദിനം അവകാശ നിഷേധത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. There's no proper food, no proper shelter, no education, nothing. We need like a support from the other government like Thailand, Indonesia, Malaysia and India to support those peoples. മാധ്യമങ്ങൾക്ക് പോലും വാർത്തകൾ പുറത്തുവിടുന്നതിൽ സർക്കാർ കൂച്ചുവിലങ്ങുകയാണെന്ന് അഭയാർത്ഥികൾ പറയുന്നു. റോഹിംഗ്യൻ ജനവിഭാഗത്തെ സഹായിക്കാൻ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർക്കും പരിമിതികളുണ്ടെന്നാണ് കുവൈത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തക പറയുന്നത്. دورهم كبير جدا في دعم قضية الروهينجيا خاصة وفي دعم كل القضايا الإنسانية. أتمنى كل دول العالم مثل هذه الأمور المرأة والطفل حلقات الأضعف في مثل هذه القضايا نحتاج ان احنا نسلط الضوء عليهم اكثر. യുഎന്നിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ ലക്ഷക്കണക്കിന് വരുന്ന ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂവെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ 1 ദുബായ്. പ്രമുഖ ക്രൂയിസ് ഷിപ്പിംഗ് കമ്പനിയായ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ഗൾഫ് മേഖലയിൽ ക്രൂയിസ് ടൂറിസം പുനരാരംഭിക്കുന്നു. 2015 ഡിസംബർ മുതൽ 2016 മാർച്ച് വരെ പുതിയ ക്രൂയിസ് ഷിപ്പുകളുമായി ഗൾഫ് മേഖലയിൽ സർവീസ് നടത്തുമെന്ന് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ഉടമകൾ ദുബൈയിൽ അറിയിച്ചു. ദുബായ് മിന റാഷിദ് ക്രൂയിസ് ടെർമിനലിൽ നിന്ന് ആരംഭിച്ച് അബുദാബി, ഒമാൻ പോർട്ടുകളിലൂടെയുള്ള ക്രൂയിസ് യാത്രയ്ക്ക് ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കി മദീനയിൽ നടന്നുവരുന്ന പുഷ്പമേളയിൽ സന്ദർശക പ്രവാഹം തുടരുന്നു. വസന്തകാല അവധിയോടനുബന്ധിച്ച് വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളോട് സഹകരിച്ച് മദീന മുനിസിപ്പാലിറ്റിയാണ് 10 ദിവസത്തെ പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. വിനോദ സാംസ്കാരിക പരിപാടികളുടെ കിങ് ഫഹദ് സെൻട്രൽ ഗാർഡനിലാണ് 4ാമത് മദീന പുഷ്പമേള നടക്കുന്നത്. 100 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലും ഒരുക്കിയ പുഷ്പപരവതാനിയാണ് മേളയിലെ പ്രധാന ആകർഷകം. വിവിധതരം ഔഷധ സസ്യങ്ങളുടെയും ചെടികളുടെയും പ്രദർശനവും വിൽപ്പനയും ഇതോടൊപ്പം നടക്കുന്നു. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ അവധിക്കാലമായതിനാൽ മരുഭൂമിയിലെ പുഷ്പവസന്തം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഓരോ ദിവസവും എത്തുന്നത്. وتبين لنا جمال الزهور ووضائعها الجميلة وتبين لنا جميع الأشياء الحلوة في الزهور. وهذا الموقع اللي احنا فيه الآن هو موقع لمجموعة من أشكال الزهور الحولية والفصلية، حتى في أماكن بعضها مغطاة تبين لنا شو الزهور الجميلة جدا. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും കലാസാംസ്കാരിക പരിപാടികളും മേളയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. വൈകിട്ട് 4:30 മുതൽ രാത്രി 10:30 വരെയാണ് മേളയിൽ കുടുംബങ്ങൾക്ക് പ്രവേശനം. ഈ മാസം 19-ന് മദീന ഗവർണർ ഫൈസൽ ബിൻ സൽമാൻ ഉദ്ഘാടനം ചെയ്ത മേള വെള്ളിയാഴ്ച അവസാനിക്കും. ഒഴിവുകാലം ആഘോഷിക്കാനെത്തുന്നവർക്ക് വർണ്ണാഭമായ കാഴ്ചകളാണ് ഇത്തവണ പ്രവാചക നഗരിയിൽ കാത്തിരിക്കുന്നത്. മദീനയിലെ പുഷ്പോത്സവ വേദിയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. ഇസ്ലാമിക് വിമൻസ് അസോസിയേഷൻ ഹവല്ലി യൂണിറ്റ് വനിതാ സംഗമം നടത്തുന്നു. ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീ എന്ന തലക്കെട്ടിൽ മാർച്ച് 27-ന് വൈകുന്നേരം 6 മണിക്ക് ഹവല്ലി പാർക്കിന് സമീപമാണ് സംഗമം.
മുഹമ്മദ് ഷിബിലി മുഖ്യപ്രഭാഷണം നടത്തും. കുവൈറ്റ് കേരള സുന്നി കൗൺസിൽ അൽ മർഹബ 2014 എന്ന പേരിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 27-28 തീയതികളിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് പരിപാടി. സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഷെയ്ഖ് കോയക്കുട്ടി ഉസ്താദ്, നൌഷാദ് ബാഖവി തുടങ്ങിയ പ്രമുഖർ ദ്വിദിന സമ്മേളനത്തിൽ പങ്കെടുത്തു. ഖത്തറിൽ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ച് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 11 നടക്കുന്ന ക്യാമ്പിൽ 2000 റിയാലിന് താഴെ ശമ്പളം പറ്റുന്ന ആരോഗ്യ പരിരക്ഷാ സംവിധാനമില്ലാത്ത പ്രവാസികൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യക്കാർക്ക് പുറമെ ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. ഈ മാസം 30-നകം പേര് രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ കേന്ദ്ര ആസ്ഥാനത്തും ഹിലാലിലെ യൂത്ത് ഫോറം ആസ്ഥാനങ്ങളിലും രജിസ്ട്രേഷന് സൗകര്യമുണ്ടായിരിക്കും. ദമാമിലെ ഖത്തീഹിലെ ദോഹത്തുൽ അൽവാനും ഓഷ്യാന റെസ്റ്റോറന്റും സംയുക്തമായി സംഘടിപ്പിച്ച മഹർജാൻ സയ്യിദാത്തുൽ അഹ്മാൽ ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ചിത്രപ്രദർശനം, കവിയരങ്ങ്, സാഹിത്യ ചർച്ചകൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള മത്സരങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, ബിസിനസ് പ്രദർശനം തുടങ്ങിയവയാണ് മേളയുടെ മുഖ്യ ആകർഷണം. ഇത് 3ാം തവണയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ജൂണിൽ ആരംഭിക്കുന്ന സ്കൂൾ അവധിക്കാലത്തും ഫെസ്റ്റിവൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UAE എക്സ്ചേഞ്ച് ഗ്ലോബൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വൈ സുധീർ കുമാർ ഷെട്ടിക്ക് NRI ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. മുംബൈയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. UAE എക്സ്ചേഞ്ചിനെ 31 രാജ്യങ്ങളിൽ 700-ലേറെ ശാഖകളുള്ള സ്ഥാപനമായി വളർത്തുകയും പ്രവാസികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് അവാർഡ്. റാസൽ കൈമ സഖർ ആശുപത്രിയിൽ നഴ്സായിരുന്ന കായംകുളം ചാങ്ങയിൽ കുറ്റിശ്ശേരിയിൽ ജേക്കബ് ചാണ്ടപ്പിള്ളയുടെ ഭാര്യ ഏലിയാമ്മ അപകടത്തിൽ മരിച്ചു. നടന്നു പോകുമ്പോൾ ട്രക്കിടിച്ചായിരുന്നു അപകടം. മൃതദേഹം റാസൽ ഖൈമ സേഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഗൾഫിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥ തുടരുകയാണ്. UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയുണ്ടായി. നാളെയും ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ട്. മലമ്പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും നിലനിൽക്കുന്നുണ്ട്. കടലിൽ നിന്നും ശക്തമായ തിരകളാണ് തീരത്തേക്ക് അടിക്കുന്നത്. മൂടിക്കെട്ടിയ കാലാവസ്ഥയായതിനാൽ ദൂരക്കാഴ്ചയും കുറവാണ്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. UAE-ക്ക് പുറമെ ഖത്തറിലും കുവൈത്തിലും ഒമാനിലും സാമാന്യം ശക്തമായ മഴ അനുഭവപ്പെട്ടു. സൗദി അറേബ്യയിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏപ്രിൽ 4 മുതൽ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നടക്കുന്ന ഫോർമുല 1 മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുന്നു. ബഹ്റൈനിൽ നടക്കുന്ന 10ാമത് കാറോട്ട മത്സരം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ ഇത്തവണ ബഹ്റൈൻ രാജാവിന്റെ പ്രത്യേക അതിഥിയായി മത്സരം വീക്ഷിക്കാനെത്തും. ബഹ്റൈനിൽ കലാരംഗത്ത് പ്രശസ്തമായ കുടുംബമാണ് മുഹറഖി എന്നറിയപ്പെടുന്ന ചിത്രകാരനായ അബ്ദുള്ള മുഹറഖിയുടേത്. അദ്ദേഹത്തിന്റെ കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന മകൻ ഖാലിദ് മുഹറഖിയുടെയും സംയുക്ത ചിത്ര പ്രദർശനം നിരവധി പേരെ ആകർഷിച്ചു. ഒരു പിതാവും മകനും കലയുടെ വഴിയിൽ നടത്തുന്ന വേറിട്ട യാത്രകളാണ് ബഹ്റൈനിലെ ബിൻമത്താർ ഹൗസിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നത്. മുഹറഖി പിതാവും മകനുമെന്ന് നാമകരണം ചെയ്തിട്ടുള്ള പ്രദർശനത്തിൽ ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാരായ അബ്ദുള്ള അൽ മുഹറഖയും മകൻ ഖാലിദ് അൽ മുഹറഖയും വരച്ച ചിത്രങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. കാലിക പ്രസക്തമായ പ്രമേയങ്ങളെ അറബ് സാംസ്കാരിക ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് കൂടിയായ അബ്ദുള്ള അൽ മുഹറഖിയുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര വേദികളിലും ഇതിനകം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിതാവിന്റെ കലാസപര്യയെ താല്പര്യത്തോടെ പിന്തുടരുകയാണ് മകൻ ഖാലിദ് അൽ മുഹറഖി. I come from a family called Muharraqi, which is my father's family, and my father is well known for his art and painting in this in Bahrain or in these parts for a long time. Basically what we did is we created an exhibition which is called Father and Son. It is a combination of let's say the classic or the traditional art or the traditional medium, which is oils, versus the future art, which is digital art. ഒരു കുടുംബത്തിന്റെ സർഗപരതയും ചിത്രകലയിലെ അനിതര സാധാരണമായ പാടവവും ഒത്തുചേരുന്ന പ്രദർശനം കാണാൻ പ്രവാസികളടക്കം നിരവധി പേരാണ് ബിൻമത്താർ ഹൗസിൽ എത്തിച്ചേരുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സൗദി അറേബ്യയിൽ മൊബൈൽ വരിക്കാരുടെ എണ്ണം 51 ദശലക്ഷം കവിഞ്ഞു.
2013 ഡിസംബർ അവസാനം വരെയുള്ള കണക്കനുസരിച്ച് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ 170% വർധനവുണ്ടായിട്ടുണ്ടെന്ന് സൗദി ടെലികോം അതോറിറ്റി വ്യക്തമാക്കി. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ 16.5 ദശലക്ഷം കഴിഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 55% ഇന്റർനെറ്റ് വരിക്കാരുടെ വർധനവ്. മുസഫർനഗർ കലാപം തടയുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് സുപ്രീം കോടതി. മുസഫർനഗറിലുണ്ടായ വർഗീയ കലാപം CBIയോ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘമോ അന്വേഷിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ലെന്നും കോടതി പറഞ്ഞു. കലാപ സാധ്യത മനസ്സിലാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ രഹസ്യാന്വേഷണ വിഭാഗം പരാജയപ്പെട്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 60-ലധികം പേരുടെ മരണത്തിൽ കലാശിച്ച മുസഫർനഗർ കലാപത്തിന്റെ തുടക്കം. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന കലാപത്തിന്റെ പേരിൽ ആയിരങ്ങളാണ് അഭയാർത്ഥികളാക്കപ്പെട്ടത്. ഇത് സംബന്ധിച്ച വിവിധ ഹർജികൾ ചീഫ് ജസ്റ്റിസ് P. സദാശിവം, ജസ്റ്റിസുമാരായ രഞ്ജന പ്രകാശ് ദേശായി, രഞ്ജൻ ഗൊഗോയ് എന്നിവർ ഒരുമിച്ച് പരിഗണിക്കുകയായിരുന്നു. വർഗീയ കലാപം സംബന്ധിച്ച് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കലാപത്തിന് ഇരയായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉത്തർപ്രദേശിലെ അഖിലേഷ് സിംഗ് സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച സുപ്രീം കോടതി അത്യന്തം ലാഘവത്തോടെയാണ് സർക്കാർ കലാപത്തെ കൈകാര്യം ചെയ്തതെന്ന് വിമർശിക്കുകയും ചെയ്തു. കലാപം പടർന്നു പിടിക്കുന്നതിന് പ്രഥമദൃഷ്ട്യാ കുറ്റക്കാർ ഉത്തർപ്രദേശ് സർക്കാർ തന്നെയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. കലാപത്തിന് ഉത്തരവാദികളായവരെ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും പരിഗണിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്യണം. കലാപത്തിന് ഇരയായവർക്ക് കേസിന്റെ നടപടികൾ പൂർത്തിയാകും വരെ പോലീസ് സംരക്ഷണം നൽകണം. വർഗീയ സംഘർഷങ്ങൾ തടയുന്നതിന് പ്രത്യേക സേനയ്ക്ക് രൂപം നൽകണം സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇതേസമയം സുപ്രീം കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ UP സർക്കാർ രാജിവെക്കണമെന്ന ആവശ്യവുമായി BJPയും രംഗത്തെത്തി. समाजवादी पार्टी और उसकी सरकार की वास्तविकता उजागर ही हो चुकी थी. आज सर्वोच्च न्यायालय के ऑब्जर्वेशन के बाद संवैधानिक आधार पर भी यह साफ हो गया है कि इन दंगों के लिए उत्तर प्रदेश की समाजवादी सरकार और उसके सहयोगी दलों की सीधी जिम्मेदारी है. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശം സമാജ്വാദി പാർട്ടിയുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തൽ. മീഡിയ 1 ഡൽഹി. മുസഫർനഗർ കലാപവും സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തെ എപ്രകാരം സ്വാധീനിക്കും, ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് മീഡിയ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ അബ്ദുൽ ഫത്താഹ് തയ്യിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ, കുവൈത്തിൽ നിന്നും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ M. മൊയ്തീൻ കോയ, KMCC ജനറൽ സെക്രട്ടറി, റിയാദിൽ നിന്നും തോമസ് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹവും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അബ്ദുൽ ഫത്താഹ് തയ്യിലേക്ക്. വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ്. ഒരുപക്ഷെ നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും മറ്റ് സാമൂഹ്യ സംഘടനകളുമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനെയാണ് മുസഫർ നഗർ കലാപത്തിന്റെ പേരിൽ കോടതി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. ഇത് എത്രത്തോളമായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക, പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി? ശ്രീ അബ്ദുൽ ഫത്താഹ്. ശരിക്കും UPയിലുണ്ടായിരുന്ന ഈ മുസഫർ നഗറിലുണ്ടായിരുന്ന ഈ ഒരു കലാപം നേരത്തെ ഒരു ആസൂത്രിതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാപമാണ് എന്ന് നമുക്കതിന്റെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നമ്മുടെ നാട്ടിൽ ഇപ്പോ വളർന്നു വരുന്ന എങ്ങനെങ്കിലും അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള രാഷ്ട്രീയ സംഘം എന്ന നിലയിൽ BJP പലപ്പോഴും ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർ വിജയിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ കലാപങ്ങൾ ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത്. മുസഫർ നഗറിൽ കലാപം ഉണ്ടാക്കിയതിന്റെ പിന്നിലും ഈ BJPയുടെ കരങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതിന്റെ ആ പശ്ചാത്തലം നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അവിടെയുള്ള അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണ കലാപങ്ങൾ ഉണ്ടാകുമ്പോഴെപ്പോഴും കലാപത്തിനിരയായവരുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാകും. നമ്മൾ ഗോദ്ര കലാപത്തിന് ശേഷം ഗുജറാത്തിൽ കണ്ട ഒരു ഭീതിതമായ ഒരു മുഖമുണ്ട്. ആ മുഖം പലപ്പോഴും വർഗീയ കലാപങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ വാക്കുകളുടെ നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവർ പേടിച്ചിട്ടുണ്ട്. ആ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് കലാപത്തിന്റെ മറ്റൊരു വശം. ആദ്യം അവർക്ക് ആവശ്യമുള്ള ഇരകളെ കൊല്ലുക എന്നുള്ളത് അതിന്റെ ഒരു വശത്തോടു കൂടി അങ്ങനെ പേടിപ്പിച്ച് നിർത്തുകയും ആ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു ഇതിലൂടെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ BJP ശ്രമിച്ചിട്ടുള്ളത്. അത് ആദ്യത്തെ രഥയാത്ര ആയിരുന്നാലും ആ ഒരു ഭീതി ഉണ്ടാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഗോദ്ര സംഭവത്തിന് ശേഷവും
ഗുജറാത്തിൽ അങ്ങനെ ഒരു ഭീതി പടർത്തിക്കൊണ്ട് മോഡി സർക്കാർ അങ്ങനെ ഒരു ഭീതി പടർത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മുസഫർ നഗറിൽ അവിടെ കലാപത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുന്നതിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിലിട്ടതുകൊണ്ട് നമുക്കറിയാം കലാപങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകൾ മുഴുവനും പലപ്പോഴും വിലാപങ്ങളാണ് അവിടെ ഉണ്ടാകാറുള്ളത്. അവർ കൃത്യമായി ഭക്ഷണം കിട്ടാറില്ല, അവർക്ക് കൃത്യമായി വേണ്ടുന്ന അവശ്യ സാധനങ്ങൾ ലഭിക്കാറില്ല, മരുന്നുകൾ ലഭിക്കാറില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭയാർത്ഥി ക്യാമ്പുകളിൽ കേൾക്കുവാൻ സാധിക്കും. ഇത് ആ സംസ്ഥാനത്തെ സർക്കാരുകൾ വേണ്ട രീതിയിൽ ഇടപെട്ട് ചെയ്തിരുന്നുവെങ്കിൽ ആ കലാപബാധിതരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ക്യാമ്പുകളിൽ സുരക്ഷിതമുണ്ട് എന്ന് മനസ്സിലാക്കുവാനും അവരുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയും അങ്ങനെ അവർക്ക് അവരുടെ തട്ടകത്തിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ആ ഒരു രീതിയിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറ കാരണങ്ങളെ ഇപ്പോൾ അന്വേഷിക്കേണ്ട എന്ന് ഒരു പക്ഷേ കോടതി പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം. അതേസമയത്ത് ഇതിന്റെ പിന്നാമ്പുറ കാരണങ്ങൾ തീർച്ചയായും അന്വേഷിച്ച് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള രാജ്യത്തുണ്ടായിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ അന്വേഷിച്ച് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് അവസാനം വന്നെത്തി നിൽക്കുന്നത് ഇരകളായി നിന്നവർ അവർ ഇരകളാക്കിയതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സുപ്രീം കോടതി വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്രത്തിൻ്റെതാകട്ടെ സംസ്ഥാനത്തിൻ്റെതാകട്ടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ദയനീയമാം വിധം പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കൃത്യമായ ലക്ഷണങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ചെറിയ സംഘർഷം വലുതായി വരാനുള്ള സാധ്യതകൾ, അത് രാഷ്ട്രീയ കക്ഷികൾ മുതലെടുക്കാനുള്ള എല്ലാ സാധ്യതകളും അത്തരം ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നിട്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് കൃത്യമായി ഗവൺമെന്റിനെ ധരിപ്പിക്കാതെ വരാൻ പോകുന്ന ഒരു വലിയ വർഗീയ കലാപത്തെ തടയാനുള്ള യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല, സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ കലാപത്തിന്റെ ഉത്തരവാദികൾ ഈ കലാപം തടയാൻ ശ്രമിക്കാതിരുന്ന സംസ്ഥാന സർക്കാരാണോ, സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണോ, അതല്ല കലാപം ആസൂത്രണം ചെയ്ത താങ്കൾ ആരോപിക്കുന്ന പോലുള്ള RSS BJP ഉൾപ്പെടുന്ന കക്ഷികളാണോ? ശ്രീ മൊയ്തീൻ കോയ, താങ്കളോടാണ് ചോദ്യം. അതായത് സുപ്രീം കോടതി ഇന്നത്തെ അതിന്റെ പരാമർശത്തിൽ വ്യക്തമായി പറയുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ആയിക്കോട്ടെ സംസ്ഥാന ഇന്റലിജൻസ് ആയിക്കോട്ടെ കൃത്യമായ വിവരം ഒരു കലാപത്തിനുള്ള സാധ്യതകളെ കുറിച്ച് സംസ്ഥാന സർക്കാരിനെ ബോധവൽക്കരിച്ചിട്ടില്ല. അഥവാ അത് അറിഞ്ഞ ശേഷം കലാപം നടന്ന ശേഷം ഉണ്ടായ ശേഷം അത് തടയുവാൻ ഫലപ്രദമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരും സമാജ്വാദി പാർട്ടിയും അവിടെ ഒരു കലാപത്തിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ കലാപം തടയാതിരുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഒരു കലാപം ഒരു രാജ്യത്ത് ഏത് സ്റ്റേറ്റിലാവട്ടെ ഒരു കലാപത്തിന് വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ കൃത്യമായി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ കലാപം എങ്ങനെ നടന്നാൽ പോലും ആ കലാപത്തിന് ശേഷം അതിന്റെ കൃത്യമായ അതിന്റെ ആളുകളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന്റെ ആളുകളെ അതിന് ബന്ധപ്പെട്ട എവിടെ നിന്നാണ് അതിന്റെ ആസൂത്രണം എന്ന് കണ്ടുപിടിക്കാനോ എന്നതിലൊക്കെ 100% ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നത് സത്യം തന്നെയാണ്. മറ്റൊന്നുള്ളത് ഏതൊരു കലാപത്തെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കലാപങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെ സംഘ് പരിവാറിന്റെ ഒരു കൃത്യമായ അജണ്ട ഇത്രയും കലാപത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഗോദ്ര കലാപമായാലും ഗുജറാത്ത് കലാപമായാലും ഏത് കലാപമായാലും ഒരു സമൂഹത്തെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കലാപങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ആ സമൂഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും അവരെ അകറ്റി നിർത്തുക. ഇപ്പൊ മുസഫാബ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസഫറാബാദിൽ നിന്നും ആളുകൾക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വോട്ട് ചേർക്കാനോ അവർക്ക് ഈ പ്രക്രിയയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവർ സ്വയം അവരുടെ വിഷയങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അവിടെ കണ്ടത്. നമ്മുടെ ഒറ്റ ആളുകളും പത്രക്കാരും ഒക്കെ പോയിട്ട് കൃത്യമായ അതിന്റെ ഒരു പിക്ചർ നമ്മൾ കിട്ടിയതാണ്. ഇവിടെ ക്യാമ്പിലായാലും വളരെ ദയനീയമായ ഒരു ചിത്രം. പക്ഷെ കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്ന അല്ലെങ്കിൽ മോഡിസത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇത്തരം കലാപത്തിന്റെ പിന്നിൽ
ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ മൊയ്തീൻ കൈ, അപ്പോഴും അവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജാട്ട് സമുദായത്തിന് 60% ജാട്ട് സമുദായം അവിടെ ജനസംഖ്യയുള്ളത്. മുസഫർ നഗറും ആ മേഖലയിലും 32% മുസ്ലിം ജനസംഖ്യ. യഥാർത്ഥത്തിൽ ജാട്ടുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ പുറത്തായിരുന്നു രാഷ്ട്രീയ ലോക്ദൾ എന്ന കക്ഷി ആ ഭാഗത്തെ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ അവിടെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത്. ആ പരസ്പര ധാരണയെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് BJP നടത്തിയത്. അതിൻ്റെ ഫലമായിരുന്നു കലാപം എന്ന ആക്ഷേപമുണ്ട്. പക്ഷേ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുക വഴി സമാജ്വാദി പാർട്ടി ചെയ്തത് സ്വാഭാവികമായും ജാട്ടുകളും മുസ്ലിങ്ങളും സംഘർഷമുണ്ടാകുന്നു, ജാട്ടുകൾ BJPക്കൊപ്പം ചേരുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ മൊത്തമായി ആകർഷിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്നാണ് സമാജ്വാദി പാർട്ടി കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടൽ തെറ്റാകാൻ പോകുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്. അതായത് ജാട്ട് സമുദായത്തിൻ്റെ ഒന്നടങ്കം ഭൂരിപക്ഷം നേടുന്നതോടെ BJPയാണ് യഥാർത്ഥത്തിൽ ഈ കലാപം വഴി അവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്, സമാജ്വാദി പാർട്ടിയല്ല. തീർച്ചയായിട്ടും ശരിയാണ്, സമാജ്വാദി ഉണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് കൃത്യമായിട്ട് അവിടെ ഈ കലാപം തടയാൻ അവര് മെനക്കെട്ടില്ല എന്നതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ ചിത്രം നമുക്ക് എങ്ങനെയും മനസ്സിലാവുന്നില്ല. കാരണം BJPയുടെ കാഴ്ചപ്പാടെന്നാൽ ജാതി സമുദായവും അല്ലെങ്കിൽ മുസ്ലിം പിന്നോക്കക്കാരുടെ ഈ ഒരു കൺസോളിഡേഷൻ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അത് BJPക്ക് ദോഷം ചെയ്യും എന്ന കൃത്യമായ ധാരണ BJPക്കുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ആ കലാപത്തിന് അവർ കൊപ്പുകൂട്ടിയതും മുസാഫാദിൽ ഇത്തരം ഒരു കലാപം അയച്ചുവിടാൻ അവരെ പ്രേരിപ്പിച്ചതും. പക്ഷേ അത് മുൻകൂട്ടി കാണുന്നതിൽ അവിടുത്തെ സർക്കാരും പിന്നെ SP ഒക്കെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. BSP ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ഈ പ്രത്യേക ഭാഗത്തെ മുസഫർ നഗർ ആകട്ടെ, ഉത്തർപ്രദേശിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഒരു അഭിപ്രായം ഇതാണ്. BSP ഭരിക്കുമ്പോൾ തങ്ങൾക്ക് കൂടുതലൊന്നും കിട്ടുന്നില്ല, വലിയ ആനുകൂല്യങ്ങളോ അർഹമായ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള അർഹമായ ആനുകൂല്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. പക്ഷേ അവർ സുരക്ഷിതരാണ്, വർഗീയ കലാപങ്ങൾ വ്യാപകമായി നടക്കുന്നില്ല. എന്നാൽ SP കാര്യത്തിൽ തിരിച്ചാണ്. SP അവർക്ക് വാരിക്കോരി നൽകാൻ ശ്രമിക്കുന്നു, അതേസമയം തന്നെ ഒരുപാട് കലാപങ്ങളും ഉണ്ടാകുന്നു. 2012 അഖിലേഷ് സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ എത്തിയതിനു ശേഷം 39 കലാപങ്ങളാണ്, ചെറുതും വലുതുമായ 39 കലാപങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ വർഗീയമായ ദുർവീകരണങ്ങളുടെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിലൊരു മാറ്റം ഉണ്ടാകേണ്ടതല്ലേ? ഇയാളല്ല വിളിക്കുന്നത്. ശ്രീ അബ്ദുൽ ഫത്താഹ്, താങ്കൾ കേൾക്കാമോ? ആസാദ് കൊടുങ്ങല്ലൂർ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ആസാദ്, പറഞ്ഞോളൂ. അതെ, മറ്റേ ന്യൂനപക്ഷ വിരുദ്ധമായ ഗുജറാത്ത്. ഹലോ, പറഞ്ഞോളൂ ആസാദ്, കേൾക്കാം. ഗുജറാത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന ഒരു ടെസ്റ്റ് ഡോസാണ് മുസാഫർ നഗറിൽ കണ്ടത്. ഇത് മതേതര ശക്തികൾ ഒന്നിച്ചെതിർക്കേണ്ട, മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ നോക്കേണ്ട ബാധ്യത SP BSP പോലത്തെ കക്ഷികൾക്കും ഉണ്ട്. റൈറ്റ് ആസാദ്, നന്ദി പ്രതികരിച്ചതിന്. ശ്രീ അബ്ദുൽ ഫത്താഹ്, താങ്കൾ ഇപ്പോൾ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ അബ്ദുൽ ഫത്താഹ്, ചോദ്യം ആവർത്തിക്കുകയാണ്. BSP ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങൾ കുറവാണ്, അവർ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു, അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകിയില്ലെങ്കിലും സംരക്ഷണം നൽകുന്നു. പക്ഷേ SP വരുമ്പോൾ അതല്ല സ്ഥിതി. SP സർക്കാർ സഹായങ്ങൾ നൽകാൻ ശ്രമിക്കുമ്പോൾ തന്നെയും യാതൊരുവിധ സുരക്ഷയും ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങളിൽ അടിസ്ഥാനമാക്കി തന്നെ അല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുകയും വേണ്ടത്ര സുരക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അവർക്ക് മൗലികമായി ആവശ്യമുള്ള ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം നൽകാതെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് തുടരുകയല്ലേ ഇന്ത്യയിൽ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ രാഷ്ട്രീയ ധ്രുവീകരണം ഒരു വശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം, എന്നാൽ ന്യൂനപക്ഷത്തെ പിണക്കുകയും അരുത് എന്നുള്ള ഒരു ശോച്യാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും.
അതാണ് പിന്നെ ഭൂരിപക്ഷത്തെയും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ സമവാക്യങ്ങളും മന്ത്രിമാരെ പങ്കുവെക്കുമ്പോഴൊക്കെയുള്ള സമവാക്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമ്മളിപ്പോഴും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നതല്ല, നമ്മൾ മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയത്നിക്കുന്നത്. അതേസമയത്ത് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ പുരോഗമനവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അത് പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു വസ്തുതയുണ്ട്, ഇങ്ങനെയൊക്കെ കടിച്ചു കീറുമെങ്കിലും അവരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നുള്ളതാണ് പറയാം. അപ്പൊ അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മള് പിന്നെ ഇതൊരു അവരുടെ അധികാരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ഒരു കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ബോംബെറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ ഏതെങ്കിലും ആ ഒരു പ്രശ്നങ്ങളെ മാറ്റിക്കൊണ്ടുപോവുക, എന്നിട്ട് അവരുടെ പിന്നെ ആവശ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. ഞാൻ തന്നെ ഇത് പിന്നെ ഇപ്പോഴും ഞാൻ വായിച്ചൊരു ഇത് ഓർക്കുന്നു, ഒരു ഇംഗ്ലീഷ് കഥാപാത്രമുണ്ട്, ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റ്. അദ്ദേഹത്തിന്റെ പേര് വരുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ ആ പിന്നെ നയത്തിനെ കുറിച്ച്, ആ കലാപത്തെ കുറിച്ച് അദ്ദേഹം തന്നെ വലിയ രീതിയിൽ എഴുതും. എന്നിട്ട് അദ്ദേഹത്തിന് വലിയൊരു പേരും പൊലിമയും ഉണ്ടാക്കുന്ന ഒരു ചരിത്രം ഞാൻ എവിടെ വായിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ പിന്നെ മോഡി ഇപ്പോ വിലപിക്കുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. എത്രയെത്ര കലാപങ്ങളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. ചരിത്രം ഇത് പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ മാത്രമല്ല പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസിമാനന്ദജിയുടെ റിപ്പോർട്ടുകൾ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ ആ കലാപങ്ങൾക്കൊക്കെയും നേതൃത്വം കൊടുത്ത ആളുകളുടെ ലിസ്റ്റുകളും നമുക്ക് പരിചയമുള്ളതാണ്. ആ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനെ പിന്നെ കടന്നു കയറുവാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആളുകൾ. അതുകൊണ്ടാണ് ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നത്. ആ രീതിയിലാണ് രാജ്യത്തിന്റെ ഭരണാധികാരകേന്ദ്രം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ രഥയാത്ര നടത്തി. അതിനുശേഷം ബാബരി മസ്ജിദ് പൊളിക്കുമെന്ന് പറഞ്ഞ് അവസാനം പൊളിച്ചപ്പോഴാണ് BJPക്ക് മനസ്സിലായത് അത് പൊളിക്കേണ്ടിയിരുന്നില്ല, അത് പൊളിക്കുമെന്നുള്ള ഒരു ടെൻഷനിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വിജയതന്ത്രം എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സുനിൽ എന്ന പ്രേക്ഷകൻ നമ്മോടൊപ്പമുണ്ട്. സുനിൽ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സുനിൽ. സാറേ, ഇത് ഞാൻ മീഡിയ കൊണ്ട് ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ. ബഹുജൻ സമാജ് പാർട്ടി ഭരിച്ചപ്പോൾ അവിടെ കലാപങ്ങളില്ല, ഒന്നോ രണ്ടോ ചെറിയ കലാപങ്ങളല്ലാതെ BSP മുസ്ലിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. BSP മുസ്ലിങ്ങൾക്ക് വാരിക്കോരി വാഗ്ദാനങ്ങൾ മാത്രമല്ല, BSP അവിടെ BJPയുടെ പിന്തുണയോടെ ഭരിച്ചപ്പോൾ പോലും BSP മുസ്ലിങ്ങൾക്ക് അവിടെ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ പാർട്ടിയാണ്. റൈറ്റ് സുനിൽ, നന്ദി പ്രതികരിച്ചതിന്. ശ്രീ മൊയ്തീൻ കോയ, താങ്കൾ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ സുപ്രീം കോടതി ശക്തമായി വിമർശിച്ചിട്ടുണ്ട്, കലാപം തടഞ്ഞില്ല എന്ന അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു കഴിയുമോ? വർഗീയ കലാപ വിരുദ്ധ ബിൽ പാസ്സാക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ച് പരാജയപ്പെടുകയുണ്ടായത്, അവർ അതിന് ആത്മാർത്ഥമായി ശ്രമിക്കുക പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിൽക്കവേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും കൃത്യമായ വിവരം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്ന് സുപ്രീം കോടതി പറയവേ സമാജ്വാദി പാർട്ടിയെ മാത്രം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ? കേന്ദ്രം ഭരിച്ച UPAക്ക് ഇതിൽ വ്യക്തമായ പങ്കില്ലേ? UPAക്ക് പങ്കില്ലേ എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തെ ഭരണത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഏതൊരു സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റിന് സുപ്രീം അതോറിറ്റി ഉണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ടാവും. ആ ഗവൺമെന്റ് നേതൃത്വത്തിൽ കൃത്യമായ കാര്യങ്ങൾ പോകുന്നു. അത് നടക്കാതെ വരുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഇടപെടൽ നടക്കുന്നത്. ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഏത് സ്റ്റേറ്റിലായാലും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ ഏത് സമയത്ത് നടന്ന ഏതൊരു കലാപത്തെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും അതിൻ്റെ ഒക്കെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട നമ്മൾ കാണുന്നുണ്ട് ഫാസിസ്റ്റ് ശക്തികളുടെ. ഈ അജണ്ടയാണ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ UPയിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്. പക്ഷെ മൊയ്തീൻ കോയ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസും മറ്റു ഉദ്യോഗസ്ഥരും നിഷ്ക്രിയമാകുന്നു. ഇവരെ ശിക്ഷിക്കാനെങ്കിലും, അവരുടെ അനാസ്ഥയെ, നിരുത്തരവാദിത്വത്തെ ശിക്ഷിക്കാനെങ്കിലും ഇത്തരം ബില്ലുകൾ കൊണ്ട് സാധിക്കുമായിരുന്നില്ലേ? അതൊരു പരിധിവരെ ശരിയുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ പോലീസിന്റെ അനാസ്ഥ അതാണ് നമ്മൾ കണ്ടത്. ഗവൺമെന്റ് സുപ്രീം കോടതി എന്ന വിഷയത്തില് ഗൗരവമായ ഇടപെടലാണ് നടത്തിയത്. നമ്മളത് കണ്ടതാണെന്ന്.
സുപ്രീം കോടതി പറയുന്നു അവിടെ നടന്ന എല്ലാ വിഷയത്തിലും പൂർണ്ണമായിട്ടും അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും അധികാരികളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി മുസഫർ നഗർ കലാപം തടയുന്നതിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വ്യക്തമായ സന്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. ശക്തമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഇന്ന് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മീഡിയ ചർച്ച ചെയ്ത് ചർച്ചയിൽ പങ്കെടുത്ത മൊയ്തീൻ കോയ, അബ്ദുൽ ഫത്താഹ് തയ്യിൽ, അതിഥികൾക്ക് നന്ദി. ന്യൂസ് 1 മീഡിയ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.